ഓക്കെ, അപ്പം മെട്രിക്സിൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ ഈസ് ഈക്വൽ ടു 3, 4, -5, 1 ആൻഡ് 3a + b ഈസ് ഈക്വൽ ടു 2a, 3, 5. ഫൈൻഡ് ദ മെട്രിക്സ് ബി. അപ്പം എ തന്നിട്ടുണ്ട്, എ ഈസ് ഈക്വൽ ടു 3, 4, -5, -1. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 3a + b ആണ്. അപ്പോൾ 3a എന്ന് കണ്ടുപിടിക്കാം. എന്തായിരിക്കും അപ്പോൾ 3a? 9, 12, -15, -3. ഓക്കെ, അപ്പോൾ 3a + b ഈസ് ഈക്വൽ ടു 2, 8, 3, -5. നോക്കിക്കോണേ, 3a + b ഈസ് ഈക്വൽ ടു 2, 8, 3, -4. അങ്ങനെയാണെങ്കിൽ b ഈസ് ഈക്വൽ ടു ഈ 3a അപ്പുറത്ത് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 2, 8, 3, -4 മൈനസ് 3a എന്താ? 9, 12, -15, -3. ഓക്കെ, 2 - 9 which is equal to -7, 8 - 12 which is equal to -4, 3 - -15 which is equal to 18, -4 - -3 which is equal to -1. ഓക്കെ, അപ്പം ബി മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് മെട്രിക്സ് എ ബി. എ ബി കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി കണ്ടുപിടിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഒത്തിരി പറയുന്നില്ല, കാരണം ഈ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് എ മെട്രിക്സ് എഴുതുക. എ മെട്രിക്സ് ഇസിക്കൽ ടു 3, 4, -5, -1. ബി മെട്രിക്സ് എഴുതുക. കിട്ടിയത് -7, -4, 18, -1. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് 3, 4, -5, -1. സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളംസ് -7, 18, -4, -1. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. -7 × -3 -21 പ്ലസ് 18 × 4 എന്ന് പറയുമ്പോൾ 56 അല്ലേ? 18 20 80 8 72. ഓക്കെ, പിന്നെ അടുത്തത് 3 × -4 -12, 4 × -1 -4, -5 × -5 35, -18, 20 + 1. അപ്പോൾ ഈ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോണം. നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ട്, ചെയ്യാവുന്നേ ഉള്ളൂ. ആൻസർ മാത്രം ഞാനിവിടെ എഴുതുവാണ്. ആൻസർ ഈസ് 51 - 16, 17, 21. ഇതായിരിക്കും ആൻസർ. ചെയ്ത് നോക്കിക്കോണം. വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എയും ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ ബി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? ഇതിൻ്റെ ഓർഡർ 3 × 1 ആണ്. ഇതിൻ്റെ ഓർഡർ എന്താ? 1 × 3 ആണ്. അപ്പോൾ കിട്ടാൻ പോകുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? അത് എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3 × 3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വെരിഫൈ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇക്വൽ ടു ബി ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ആദ്യമേ LHS, അതിൽ നമുക്ക് എന്ത് ചെയ്യണം? എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. അതിന് ആദ്യമേ എ ബി കണ്ടുപിടിക്കണം. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. -2, 4, 5 × 1, 3, -6. മൾട്ടിപ്ലൈ അറിയാലോ. ഫസ്റ്റിൻ്റെ റോസ് -2, 4, 5. സെക്കൻഡിൻ്റെ കോളംസ് 1, 3, -6. മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. -2, -6, 12. ആൻസർ പെട്ടെന്ന് എഴുതിക്കണം കേട്ടോ. 4, 12, -24, 5, 15, -30. ഇതാണ് നമുക്ക് കിട്ടുന്ന എ ബി. ഇനി എന്താ കണ്ടുപിടിക്കണേ? എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് വിച്ച് ഇസ് ഈക്വൽ ടു, അതിൻ്റെ കിട്ടിയിരിക്കുന്നതിൻ്റെ കോളംസ് ടു റോസ് വെച്ച് ടു റോ. -2, 4, 5, -6, 12, 15, 12, -24, -30. ഇതായിരിക്കും എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി നമുക്ക് എന്താ ഇത് എന്തിനോട് പ്രൂവ് ചെയ്യേണ്ടത്? RHS എന്താ? ബി ട്രാൻസ്പോസ് × എ ട്രാൻസ്പോസിനോടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1, 3, -6 ആയിരിക്കും. ഓക്കെ, ബി ഇതാണെങ്കിൽ ബി ട്രാൻസ്പോസ് 1, 3, -6. എ ട്രാൻസ്പോസ് എന്തായിരിക്കും? -2, 4, 5. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? -2, 4, 5, -6, 12, 15, 12, -24, -30.
മൾട്ടിപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ചെയ്ത് നോക്കണം. നമുക്ക് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് AIJ whose elements are given by AIJ is equal to, ഇത് ക്ലാസ്സിൽ ചെയ്ത രീതിയിലുള്ള സെയിം ചോദ്യമാണ്. AIJ is equal to 3i - j. ക്ലാസ്സിലെ നോട്ട്സ് റെഫർ ചെയ്യണം. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാകാമെന്ന്. എങ്ങനെയാണ് 3/2 മെട്രിക്സിന്റെ ഫോം മാത്രം എഴുതാം. 3/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോ 2 കോളം. ഓക്കെ, മൊത്തം ഇതാണ് അതിൻ്റെ എലമെന്റ്സ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു A11, A12, A21, A22, A31, A32. ഇത്രയാണ് എലമെന്റ്സ് വരുന്നത്. ഓക്കെ, അതിന് ആൻസർ മാത്രം ഞാൻ എഴുതുവാണ്. 2, 1, 5, 4, 8, 7 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കിക്കോണം ആൻസർ. ഇത് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാം. A11 എന്ന് പറയുമ്പോൾ 3 × 1 - 1 which is equal to 3 - 1 which is equal to 2. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ചെയ്യേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് ചെയ്ത് സമയം കളയുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാനായിട്ട് എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഫോമിൽ എഴുതിയാൽ മതി. A is equal to half of A plus A transpose plus half of A minus A transpose. A plus A transpose എന്നുള്ളത് സിമെട്രിക് ആയിരിക്കും. A minus A transpose സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഞാൻ ഹാഫ് ഓഫ് A plus A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ എഴുതാണ്. ഹാഫ് ഓഫ് A plus A ട്രാൻസ്പോസ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2, 2, 2 - 4 എന്നാണ്. വിച്ച് ഈസ് സിമെട്രിക് എന്ന് എഴുതണം. ഓക്കെ, A plus A ട്രാൻസ്പോസ് ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്നതാണ്. ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ഇനി അടുത്തത് ഹാഫ് A minus A ട്രാൻസ്പോസിൻ്റെ ആൻസർ. ഹാഫ് A minus A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നത്? 0, 1, -1, 0, -1, 0 വിച്ച് ഈസ് സ്ക്യൂ സിമെട്രിക്. വിച്ച് ഈസ് സ്ക്യൂ സിമെട്രിക്. ഇതും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹാഫ് A plus A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് അല്ലേ? നോക്കിയേ, ഇവിടെ 1, ഇവിടെ -1, ഡയഗണൽ എലിമെന്റ്സ് 0. സിമെട്രിക് അല്ലേ? 2 - 4 ഏതായാലും കുഴപ്പമില്ല. ഇവിടെ 2 ആണ്, ഇവിടെ 2 സിമെട്രിക് ആണ്. ഓക്കെ, ഇത് രണ്ടിനെങ്കിലും കൂട്ടി എഴുതുമ്പോൾ എന്ത് വരും? A കിട്ടുമോ? കിട്ടും. എങ്ങനെയാണ്? 2, 2, 2 - 4 പ്ലസ് 0, 1, -1, 0 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2, 3, -1, -4 വിച്ച് ഈസ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് കിട്ടും. ഏത് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ 2, 3, 1 - 4. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് 2/2 മെട്രിക്സ് AIJ whose elements are given by 2i - j. ആൻസർ 2/2 മെട്രിക്സ് ആണ്. ആൻസർ മാത്രം ഞാൻ എഴുതുകയാണ്. കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഈസ് 1, 0, 3, 2. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് A സ്ക്വയർ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A × A. ഇത് A ആണെങ്കിൽ A × A ആണ് A സ്ക്വയർ. ചിലർ ഇതിൻ്റെ നേരെ സ്ക്വയർ എടുത്തിട്ട് ഓരോ എലമെന്റിന്റെ സ്ക്വയർ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആൻസർ കിട്ടുമായിരിക്കും, പക്ഷെ അതല്ല, അത് തെറ്റാണ് കേട്ടല്ലോ. അപ്പം സ്ക്വയർ എടുക്കുന്നത് നേരെ ഇതിനെ ഓരോ A × A ചെയ്യണം. A × A ചെയ്യുമ്പോൾ എന്താ? ഫസ്റ്റ് മെട്രിക്സിന്റെ റോ 1, 0, 3, 2. സെക്കൻഡ് മെട്രിക്സിന്റെ കോളം 1, 3, 0, 2. മൾട്ടിപ്ലൈ ചെയ്യുക. 1, 0, 0, പിന്നെ 3 + 6, 9, 0 + 4, 4. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ഓരോ എലമെന്റിന്റെ സ്ക്വയർ ആണ് കിട്ടുന്നത്, പക്ഷെ അങ്ങനല്ല ഇത് ചെയ്യുന്നത്. A × A ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓരോ എലമെന്റിന്റെ സ്ക്വയർ അല്ല. 1094 ആണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് x + 1 2y = ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എക്സിന്റെ വാല്യൂ എളുപ്പമല്ലേ? ഇത് എക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ? 3. അപ്പോൾ എക്സിന്റെ വാല്യൂ ഈസ് 3. അടുത്തത് x + y ഇന്നത്, x - y ഇന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കുക. ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ചോദ്യമാണ്. ഓക്കെ, അത് ചെയ്ത് നോക്കുക. അപ്പം ഇതിൽ നിന്ന് ഞാൻ ആൻസർ ചെയ്യാൻ എഴുതുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് സാധനം കൂടെ കൂട്ടുക. അപ്പോഴത്തേക്കും x + y = സംതിങ്, x - y ക്യാപിറ്റൽ Y ആണ്, മെട്രിക്സ് ആണ്, = സംതിങ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഈ -y + y കൂടെ ക്യാൻസൽ ആയി പോകും. എക്സും എക്സും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2x = ഈ രണ്ട് മെട്രിക്സ് കൂടെ ആഡ് ചെയ്യുന്നത് ഇവിടെ കിട്ടും. x = 1/2 × ആ മെട്രിക്സ്. അപ്പോൾ ചെയ്യുമ്പോൾ x കിട്ടും.
അപ്പോൾ എക്സിൻ്റെ വൈയുടെ ആൻസർ ഞാനിവിടെ എഴുതുകയാണ്. എക്സിൻ്റെ ആൻസർ 5 4 1 4. വൈയുടെ ആൻസർ 2 4 1 1. ഓക്കെ. അപ്പോൾ എക്സും വൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എക്സ് പ്ലസ് വൈ. അതുകൂടെ ഞാൻ എഴുതിയേക്കാം. എക്സ് പ്ലസ് 2x പ്ലസ് വൈ. 2x പ്ലസ് വൈ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 2 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 4 1 4 പ്ലസ് വൈയുടെ വാല്യൂ എന്താ? 2 4 1 1. അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 10 8 2 8 എന്ന് വരും. എന്നിട്ട് അത് ഇതുമായിട്ട് ആഡ് ചെയ്യാം. ആൻസർ കിട്ടാൻ പോകുന്നത് 12 12 3 9. അസൈൻമെൻറ്റിലെ ആൻസേഴ്സ് വേഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഈച്ച് ആൻഡ് എവരിത്തിങ് പറയേണ്ട ആവശ്യമില്ല. കാരണം ക്ലാസ് നമ്മൾ അതുപോലെ ചെയ്തതാണ്. എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ചെയ്യാലോ. ക്യാപിറ്റൽ A is equal to half A plus A transpose which is symmetric plus half plus ആണേ plus half A minus A transpose which is equal to skew symmetric. ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A ആൻഡ് B ഇഫ് ദ മെട്രിക്സ് ഈസ് സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -3 ആയിരിക്കും. അപ്പോൾ ബിയുടെ വാല്യൂ -3. ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ 2. അതൊക്കെ. ഇനി എയുടെ വാല്യൂ ഉണ്ട്. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ എന്തായിരിക്കും? എയുടെ വാല്യൂ -5 ആയിരിക്കും. ഒരു മാർക്കിന്റെ ചോദ്യമാണ്, വളരെ എളുപ്പം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സെയിം സാധനം തന്നെ. മൂന്നാമത്തെ ചോദ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നേക്കുന്നത്. ഹാഫ് A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക പ്ലസ് ഹാഫ് A മൈനസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു കിട്ടും. അതെ, ഫൈൻ മെട്രിക്സ് AB. എട്ടാമത്തെ ചോദ്യം. എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AB കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് മെട്രിക്സിന്റെ റോസ് എടുക്കുക, 5 -2 3. സെക്കൻഡ് മെട്രിക്സിന്റെ കോളംസ് എടുക്കുക, ഏതൊക്കെയാ? 2 -1 -3. ഇമ്മ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുവരും? 10 -5 -15 -4 2 6 6 -3 -9. ഇതായിരിക്കും എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് വൺ, A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A. തീർച്ചയായും ശരിയാണ്. ഒരു തന്നെ ട്രാൻസ്ഫർ എടുത്ത് പിന്നെ ട്രാൻസ്ഫർ എടുക്കുമ്പോൾ സെയിം മെട്രിക്സിൻ്റെ ഇത് കിട്ടും. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ്. അടുത്തത്, A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. 1 2 3 ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് ചെയ്താണ്. ഒരു സാധനത്തിന്റെ A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആയിരുന്നു. A B ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ്. അത് തെറ്റാണ്. നമുക്കറിയാം. എന്നതാ കുറച്ച് മുമ്പ് എല്ലാം നമ്മൾ ചെയ്തതാണ്. A B ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. K A ദ ഹോൾ ട്രാൻസ്പോസ് ഞാൻ പറഞ്ഞതാണ്. K A ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു K ഇൻറ്റു A ട്രാൻസ്പോസ് ആയിരിക്കും. അതും ശരിയാണ്. അപ്പോൾ തെറ്റേതാ? C ആണ് നമ്മളുടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, C ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. If A is equal to 1 5 6 7, verify that A plus A transpose സിമെട്രിക്കും A minus A transpose സ്ക്യൂ സിമെട്രിക്കും. എളുപ്പമല്ലേ? അതങ്ങ് ചെയ്താൽ മാത്രം മതി. ഒന്നാമത്തെ കാര്യം മാത്രം ചെയ്ത് കാണിച്ചാൽ A plus A transpose. A plus A transpose. A എന്ന് പറഞ്ഞാൽ 1 5 6 7. A transpose എന്ന് പറഞ്ഞാൽ 1 6 5 7. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 11 11 14. ഇവിടെ 11 ആണ്, ഇവിടെ 11. ഓക്കെ, ഇറ്റ് ഈസ് സിമെട്രിക്. ഇതേപോലെ തന്നെ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ സ്ക്യൂ സിമെട്രിക്കും ചെയ്യും. ഓക്കെ, 10ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇതിൽ 2-3 കാര്യങ്ങൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഞാൻ ചെയ്യുകയാണ്. ഇതിനകത്ത് എക്സ് 3 -2 4 -1 2 3 -2 is equal to 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തുവരും? 2 0 2y 3 × 2 6. ഓക്കെ, ഇനി ആദ്യമേ ലെഫ്റ്റ് സൈഡിലെ സോൾവ് ചെയ്തിട്ട് ഇതിനെ ഒരൊറ്റ മെട്രിക്സ് ആക്കി എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റും? എക്സും -1 കൂടെ. എക്സ് -1 3 -3 0 -2 -2 which is equal to -4 4 -2 which is equal to 6 which is equal to 2 0 2y 6. ഇതിൽ നിന്ന് എക്സിന്റെ വില x -1 is equal to 2 എന്ന് നമുക്ക് എടുക്കാം. എക്സിന്റെ വില 3 ആയിരിക്കും. -1 അപ്പുറത്ത് പോകുമ്പോൾ +1. അടുത്തത് 2y is equal to -4. വൈയുടെ വില -4/2 അല്ലെങ്കിൽ
-2 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് എ മെട്രിക്സ് ഉണ്ട്, ബി മെട്രിക്സ് ഉണ്ട്, 2 മെട്രിക്സ്. ഫൈൻഡ് എ ബി കണ്ടുപിടിക്കാമല്ലോ, ഒത്തിരി കണക്കായിപ്പോൾ. അടുത്തത് എ ഈസ് ഈക്വൽ ടു 3 1 -1 2 ഷോ ദാറ്റ് a² - 5a + 7i. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് തെറ്റാതെ ഞാൻ വേണ്ടത്. ഒന്ന് a², ഞാൻ നേരത്തെ പറഞ്ഞ പോലെ a² കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിന്റെ സ്ക്വയർ കണ്ടുപിടിക്കലല്ല. 3 എന്ന് പറഞ്ഞാൽ 9 1 1 4 എന്നല്ല a² കണ്ടുപിടിക്കേണ്ടത്. a² എന്ന് പറഞ്ഞാൽ അത് a × a ആണ്. മനസ്സിലായോ? 3 1 -1 2 3 1 -1 2 ഫസ്റ്റ് മെട്രിക്സിന്റെ റോ 3 1 -1 2. സെക്കൻഡ് മെട്രിക്സിന്റെ കോളം 3 -1 1 2. മൾട്ടിപ്ലൈ ചെയ്യുക 9 -1 8. പിന്നെ 3 മൈനസ് ശരിയല്ല ഇല്ല 8 3 മൈനസ് 3 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഇത് -5, ഇത് 3. ഇതാണ് നമുക്ക് a² വരുന്നത്. 7i എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തുണ്ട്. ഇത് 7i ആണ് കേട്ടോ. നിങ്ങളെ ലോജിക്ക് വെച്ച് മനസ്സിലാക്കി എടുത്തോളാം. ഈ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ആരും പറഞ്ഞില്ലെങ്കിൽ 7i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × i. മനസ്സിലായോ? 7i എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മെട്രിക്സിന്റെ ഓർഡർ നോക്കണം. ഇവിടെ മെട്രിക്സിന്റെ ഓർഡർ 2 ആണ് അല്ലേ? 2 × 2 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ 2 × 2 ആണ്. അപ്പൊ 7i എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, കാര്യം പറഞ്ഞ് മനസ്സിലായോ? ഇവിടെ 2 ആയതുകൊണ്ട് i2 ആണ്. ഇവിടെ 3 ആയിരുന്നെങ്കിലോ ഐയുടെ വാല്യൂ എന്നായിട്ട് മാറിയേനെയും 1 0 0 0 1 0 0 0 1 ആയതിനെ ഒരു തേർഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറിയത്. കാര്യം ബ്രീറ്റ് വിചാരിക്കുന്നു, ചെയ്യാവുന്നേ ഉള്ളൂ. 12ാമത്തെ ചോദ്യം, വിച്ച് among the following is a possible number for the elements of a square matrix? ഒരു സ്ക്വയർ മെട്രിക്സിൽ തീർച്ചയായും അതിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞു 1 × 1 1, പിന്നെ 2 × 2, അപ്പോൾ മൊത്തം എത്ര എലമെന്റ് വരും? 4 എലമെന്റ് വരും. പിന്നെ 3 × 3 എന്ന് പറയുമ്പോൾ എത്ര എലമെന്റ് വരും? മൊത്തം 9. 3 × 3 9 എലമെന്റ്. അപ്പോൾ ഇതെല്ലാം ഓരോ സ്ക്വയറുകളാണ്. 1 4 9 1 4 9. അടുത്ത എന്തായിരിക്കും? 16, പിന്നെ 25 36 49. ഇങ്ങനെ പോകുന്ന സ്ക്വയർ നമ്പേഴ്സ് മാത്രമേ ഒരു സ്ക്വയർ മെട്രിക്സ് വരത്തുള്ളൂ. അപ്പോൾ ഏതാ പോസിബിൾ ആയിട്ടുള്ളത്? പോസിബിൾ ആയിട്ടുള്ള ഒരേ ആൻസർ മാത്രമേ ഉള്ളൂ, അത് 36 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ബി ആൻഡ് സി ആൻഡ് ഡി. രണ്ടുകൂടെ ആഡ് ചെയ്താൽ മതി, ആൻസർ ആയി. എയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2a = 4. എയുടെ വാല്യൂ 2 ചെയ്ത് കണ്ടുപിടിക്കാന്നല്ലേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യമാണ്, ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 13, ഫോർ എ സിമെട്രിക് മെട്രിക്സ് എ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ആൻഡ് y. വളരെ എളുപ്പം, സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 5 ആയിരിക്കും, x = 5. അടുത്തത് y, ഇവിടെ 8 ആയിരിക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 8 ആയിരിക്കും, y = 8. കഴിഞ്ഞു, സിമ്പിൾ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, ഫ്രം വെരിഫൈ ദാറ്റ് a × a ട്രാൻസ്പോസ് ആൻഡ് a + a ട്രാൻസ്പോസ് ആർ സിമെട്രിക് മെട്രിക്സ്. രണ്ടും ചെയ്യാന്നല്ലോ. a × a ട്രാൻസ്പോസ് a, ഇനി 5 തൊട്ട് ആ വാല്യൂക്ക് അത് ഇട്ട് കൊടുക്കണം. a എന്ന് പറയുന്നത് 2 5 4 5 3 8 4 8 9. ഇതാണ് ഇനി നമ്മുടെ a, കാരണം വാല്യൂ കണ്ടുപിടിച്ചല്ലോ. ഇനി a ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. a ട്രാൻസ്പോസ് എന്തായിരിക്കും? 2 5 4 5 3 8 4 8 9. ഓക്കെ, എന്നിട്ട് a × a ട്രാൻസ്പോസ് ചെയ്ത് നോക്കണം. a × a ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. ഞാൻ ഇതിൽ ആൻസർ എഴുതുക. a × a ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 57 84 57 98 116 84 116 161. ഇത് തീർച്ചയായും ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. 57 57 84 84 116 116. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്ത് നോക്കണം? a + a ട്രാൻസ്പോസ് ചെയ്ത് നോക്കണം. a + a ട്രാൻസ്പോസ് ഏതൊരു സ്ക്വയർ മെട്രിക്സിനും സിമെട്രിക് ആയിരിക്കും. a - a ട്രാൻസ്പോസ് ഏതൊരു സ്ക്വയർ മെട്രിക്സിനും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അത് ഓൾറെഡി എപ്പോഴും പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. a എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ്, b എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ്. അങ്ങനെയാണ് a + b ഓർഡർ 2 × 3. സിമ്പിൾ. 15th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് x ആർ ദ പെയർ ഓഫ് മെട്രിക്സ് ഈക്വൽ? ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിനായിരിക്കും എക്സും വൈകാനും മെട്രിക്സ് ഈക്വൽ ആകുന്നത്? ഓക്കെ, അപ്പോൾ നോക്കാം. 3x + 7 = 0.
ഓക്കെ. അപ്പം 3x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0. എന്നുവെച്ചാൽ ഓരോന്ന് ഈക്വൽ ആവണ്ടേ. ഈക്വൽ ആകുമ്പോൾ എന്ത് വരും? ഓരോ എലമെന്റ് ഈക്വൽ ആവും. ഈ എലമെന്റിനോട് ഈക്വൽ, ഈ എലമെന്റിനോട് ഈക്വൽ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് 3x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0, 3x ഈസ് ഈക്വൽ ടു -7, x ഈസ് ഈക്വൽ ടു -7/3 എന്ന് വരും. ഓക്കെ. ഇനി y - 2 ഈസ് ഈക്വൽ ടു 5. y - 2 ഈസ് ഈക്വൽ ടു 5. വൈയുടെ വാല്യൂ എന്ത് വരും? 7 വരും. ഓക്കെ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ തീർന്നു എന്ന് എടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നോക്കിയേ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നിർബന്ധമായിട്ടുള്ള കണ്ടീഷനാണ് അതിൽ ഓരോ എലമെന്റ്സും അപ്പുറത്തെ എലമെന്റുമായിട്ട് ഈക്വൽ ആവണം എന്നുള്ളത്. ഓക്കെ. ഈ ഒരു എലമെന്റ് നോക്കിയാൽ നിങ്ങൾ, ഈ ഒരു എലമെന്റ് ഈ ഒരു 2x - 3 4, അതിന്റെ പ്രത്യേകത എന്താ നോക്കിയേ. 2 - 3x ഈസ് ഈക്വൽ ടു 4. -3x ഇപ്പുറത്തോട്ടും 4 ഇപ്പുറത്തോട്ടും വരുന്നു കഴിഞ്ഞാൽ 2 - 4 ഈസ് ഈക്വൽ ടു 3x. ഓക്കെ. അല്ലെങ്കിൽ -2 ഈസ് ഈക്വൽ ടു 3x. എക്സിന്റെ വില -2/3. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സിന് രണ്ട് വില വരുന്നുണ്ട്. എക്സിന് -7/3 വരുന്നുണ്ട്, എക്സിന് -2/3 വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുമ്പിടി ഒരു സ്ഥലത്ത് രണ്ടുപേരെ കണ്ടു, അത് പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ ആൻസർ എഴുതി ടിക്കറ്റ് വെക്കരുത്. ആൻസർ എന്തായിരിക്കും? നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ആയിരിക്കും. ഓക്കെ. ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ദ നമ്പർ ഓഫ് പോസിബിൾ ഓർഡേഴ്സ് ഓഫ് എ 3 ക്രോസിംഗ് മെട്രിക്സ് ഓഫ് എൻട്രി 0 എന്നാണ്. ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. 3/3 മെട്രിക്സ് ആയതുകൊണ്ട് മൊത്തം 9 പ്ലേസസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഈ 9 പ്ലേസസ് ഉണ്ടെങ്കിൽ ഈ പ്ലേസിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന വാല്യൂ 0 1 0 1 0 1, ഇത് 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 0 1. ഓക്കെ. ഇവിടെ മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 2 വഴി, ഇത് 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 2 വഴി, 2 വഴി, 2 വഴി, 2 വഴി. മൊത്തം ഓരോ പ്ലേസിലും 2 വഴികൾ വെച്ചുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? അത് 2 × 2 × 2 × അപ് ടിൽ 2 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം? 9 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 2². 9 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2⁹ ടൈംസ് 2⁹ എന്ന് പറഞ്ഞാൽ 512 ആണ്. ചെയ്ത് നോക്കണം. 2⁹ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് വേണമെങ്കിൽ 2³ ദ ഹോൾ ക്യൂബ് എന്നെടുക്കാം. മനസ്സിലായോ? A⁻m ദ ഹോൾ A⁻m. 2³ 8, അത് പറഞ്ഞാൽ 8³ 8³ ഒക്കെ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. 17ാമത്തെ ചോദ്യം. ഇഫ് എ ആൻഡ് ബി ഫൈൻഡ് എ ബി മെട്രിക്സ് കണ്ടുപിടിക്കുക, BA മെട്രിക്സ് കണ്ടുപിടിക്കുക. ഓക്കെ. നിങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ റോയും കോളം എഴുതത്തേ ഉള്ളൂ, ആൻസറും എഴുതത്തേ ഉള്ളൂ. ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 17. അപ്പം എയുടെ മെട്രിക്സിന്റെ ഓർഡർ 2 × 3. 1 - 2 3 -4 2 2 5. ഇതിന്റെ കോളംസ് 2 4 2 3 5 1. കിട്ടാൻ പോകുന്ന ആൻസർ 0 -4 10 3. ഇതാണ് ആൻസർ. അടുത്തത് എ ബി കണ്ടുപിടിച്ചു. ഇനി BA കണ്ടുപിടിക്കണം. BA കണ്ടുപിടിക്കാൻ B ആദ്യം എഴുതണം. ബിയുടെ റോസ് 2 3 4 5 2 1. എയുടെ കോളംസ് 1 -4 -2 2 3 5. ഓക്കെ. ആൻസർ എന്ത് വരും? -10 2 21 -16 2 37 2 -2 11. ഇതായിരിക്കും ആൻസർ. ഓക്കെ. റൈറ്റ്. 18th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x y ആൻഡ് z. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ ഇച്ചിരി കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, 3 അകത്ത് ഇപ്പം ഇത് ഇത്രയും സാധനം ഈസ് ഈക്വൽ ടു ഇത്രയും സാധനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ ആദ്യമേ ലെഫ്റ്റ് സൈഡ് നമ്മളൊന്ന് സോൾവ് ചെയ്യുന്നു. 3 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 3x 3y 3z 3w ഇത്രയുണ്ട് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ഓരോന്നും ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആഡ് ചെയ്യുമ്പോൾ x+4, സെക്കൻഡ് വൺ ആഡ് ചെയ്യുമ്പം x+y+6, അടുത്ത ആഡ് ചെയ്യുമ്പം z+w -1, അടുത്ത ആഡ് ചെയ്യുമ്പം 2w+3. ഓക്കെ. ഇനി ഓരോന്നും ഇക്വേറ്റ് ചെയ്ത് നമുക്ക് സാധനം കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇത് 3w ഉണ്ട്, ഇവിടെ 2w+3 ഉണ്ട്. അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 3w = 2w+3.
2W അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്താണ് 3W മൈനസ് 2W എന്ന് പറഞ്ഞാൽ W ഇസ് ഈക്വൽ ടു 3. ഡബ്ല്യുവിൻ്റെ വാല്യൂ 3 വരും. ഓക്കെ, ഇനി ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇവിടെ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3Z ഇസ് ഈക്വൽ ടു Z പ്ലസ് W മൈനസ് 1. ഡബ്ല്യുവിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3Z ഇസ് ഈക്വൽ ടു Z പ്ലസ് 3 മൈനസ് 1. 3Z ഇസ് ഈക്വൽ ടു Z പ്ലസ് 2. Z അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 2Z ഇസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ 1 എന്ന് വരും. ഓക്കെ, അടുത്തത് ഇസഡിൻ്റെ വാല്യൂ 1 എന്ന് വന്നു. ഇനി അത് എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ആദ്യത്തെ നോക്കാം. 3x ഇസ് ഈക്വൽ ടു x പ്ലസ് 4 നോക്കാം. 3x ഇസ് ഈക്വൽ ടു x പ്ലസ് 4. എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ശരി, അപ്പോൾ എന്താണത്? 3y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 6. 3y ഇസ് ഈക്വൽ ടു എക്സിൻ്റെ വില നമുക്ക് കിട്ടി 2 പ്ലസ് വൈ പ്ലസ് 6. വൈ അപ്പുറത്തേക്ക് പോകുമ്പം 3y മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 2y ഇസ് ഈക്വൽ ടു 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 8. വൈയുടെ വില 8/2 അല്ലെങ്കിൽ 4. ഓക്കെ, x2 y 4 z1 w3. ഓക്കെ, കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അവസാനത്തെ ചോദ്യം. എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. വളരെ എളുപ്പമുള്ള ചോദ്യം. നിങ്ങൾക്ക് നമ്മൾ ഒത്തിരി ആയിട്ട് ഇത് ചെയ്യുവാണ്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. എന്തായാലും ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസും ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസും ഞാൻ എഴുതിയേക്കാം. ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് 3 മൈനസ് 1 എന്ന് വരും. പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് 0 2 മൈനസ് 2 0. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇതിൽ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ടീച്ചറെ കഴിഞ്ഞു ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? 6 മൈനസ് 2 2 മൈനസ് 2 3 മൈനസ് 1 2 മൈനസ് 1 3 എന്ന് വരും. ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് പറയുമ്പോൾ 0 0 0 0 0 0 0 0. ഓക്കെ, ഇത്രയായിരിക്കും അതിൻ്റെ ആൻസർ. ചെക്ക് ചെയ്തോണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പം ഞാനിത് പർപ്പസ്ഫുള്ളി ഇട്ടതാണ്. കുറച്ച് പേര് ChatGPT നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പർപ്പസ്ഫുള്ളി അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും ChatGPT നോക്കി ചെയ്യരുതെന്നല്ല, പക്ഷേ ഹെൽപ്പ് എടുക്കാം. അല്ലാതെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യരുത്. നമുക്ക് പരീക്ഷയ്ക്ക് ഇത് ഹെൽപ്പ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ തന്നെ ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.